ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത്. ഗംഗയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക. ഈശ്വര, അവൻ ഇനി നാട്ടിലേക്ക് പോയിരിക്കുവാണല്ലോ. എൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്ന ലുക്കൗട്ട് നോട്ടീസ് അവൻ എവിടെയെങ്കിലും കണ്ടാതെ പണിയാവും. എന്താ ചെയ്യുക? അവൻ വരുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ്. കല്യാണി കാർത്തികയ്ക്ക് സാരിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. സൂപ്പറായിട്ടുണ്ട്. എന്തിനാ കല്യാണി ഇത്രയും സാരിയൊക്കെ മേടിച്ചത്? കല്യാണ ദിവസം ഇടാനും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ ഇടാനും വേണ്ടി ചേച്ചി. എന്തിനാ ഇതൊക്കെ? അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം ഞാൻ കഴിക്കുന്ന തന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. അങ്ങനെയൊന്നും പറയണ്ട. ദിലീപേട്ടന് ഒട്ടും ഇഷ്ടമല്ലെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെയല്ല, എന്തായാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ദിലീപേട്ടന് ഒരു സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് ചേച്ചി, കിരണേട്ടനെ പോലെ തന്നെ. അതുകൊണ്ടാണ് ദിലീപേട്ടൻ നല്ലതാന്ന് ഞാനൊക്കെ പറഞ്ഞത്, ഞങ്ങൾ തീരുമാനിച്ചതും. പിന്നെ ദിലീപേട്ടൻ വിളിക്കുമ്പോഴൊക്കെ ഭയങ്കര ആത്മവിശ്വാസം തരാറുണ്ട്. ഗംഗാപ്രസാദിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു പേടിയില്ലാതെ എനിക്ക് ധൈര്യം തരാറുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ചേച്ചി എന്തിനെ പേടിക്കുന്നേ? എന്തായാലും ഇനിയിപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. കല്യാണം, കുടുംബം, കുട്ടികൾ, അങ്ങനെ പലതും. അതിനിടയിലേക്ക് ദുസ്വപ്നങ്ങളോ ചിന്തകളോ ഒന്നും വേണ്ട. എന്ത് ചെയ്യാനാ മോളെ? ഗംഗയെന്ന് പറയുന്ന ഒരുത്തൻ എല്ലാവരോടും ചെയ്തത് കൊടും ക്രൂരതയാ. സ്വന്തം അച്ഛന് നേരെ കത്തി നീട്ടിയവനാ. കത്തി നീട്ടിയത് മാത്രമല്ലല്ലോ അമ്മേ, ആ അച്ഛനെ കത്തി കൊണ്ട് കുത്തുകയും ചെയ്തതല്ലേ. അതിനുശേഷം കേസ് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയാ പറഞ്ഞത് വേണ്ടാന്ന്. അങ്ങനെയൊക്കെ അവനെ സ്നേഹിച്ചതാ. എന്നിട്ടും അവനൊരു തുള്ളി സ്നേഹം അമ്മയോടോ എന്നോടോ ഇല്ല. എപ്പോഴെങ്കിലും ഒരു അവസരം വീണ് കിട്ടിയ ഞങ്ങൾ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്ത് നടക്കും അവൻ. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ടെൻഷനും പേടിയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് മോളെ. അവൻ മരിച്ചില്ലേ അമ്മേ, പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നേ? മരിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ എന്തായാലും ഇനി അതിനെ ചൊല്ലി ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അവൻ ചത്തില്ലേ? ഇല്ല മോളെ ഇടയ്ക്കിടയ്ക്ക് അവനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാറില്ലേ? അത് തന്നെയാണ് ടെൻഷൻ. അവനിനി മരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്കും കയറി വരുന്നു. കാരണം മോള് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. അതുപോലെ ഗംഗ മരിച്ചിട്ടില്ലെങ്കിൽ ആ സ്വപ്നം ഫലിക്കില്ല മോളെ. അതാ പേടി. ഇനിയൊന്നും അവനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടമ്മേ. ഇനി അവൻ വരില്ല. എന്തായാലും ദിലീപേട്ടനെ പോലൊരു ഏട്ടനെ ഒരിക്കലും മിസ് ചെയ്യരുത്. അതില്ല ചേച്ചി, അതില്ല കല്യാണി. ദിലീപേട്ടനെ ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഗംഗയെക്കുറിച്ച് കേട്ടപ്പോൾ ആ അമ്മ ഇത്തിരി അടഞ്ഞു എന്നാ കേട്ടത്. ഇടഞ്ഞു നിൽക്കുന്ന അമ്മ പോലും ഗംഗ മരിച്ചു എന്ന് കേട്ടപ്പോഴാ ഇത്തിരി സമാധാനത്തോടെ കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ഇതായിട്ട് നിൽക്കുക. എന്തായാലും നല്ല സന്തോഷത്തോടെ ദിലീപേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം നടക്കും ചേച്ചി. ഗംഗ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് വരില്ല. അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായില്ലേ? ഉറപ്പായിട്ടും കല്യാണി. പിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് ഞാനായിരിക്കും, ഞാൻ മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം കല്യാണിയും ഓരോന്നിങ്ങനെ ആലോചിക്കുക. സ്വന്തം അച്ഛൻ്റെ ചിതാഭസ്മത്തോട് പോലും കരുണ കാണിക്കാത്തവനാ മോളെ. അങ്ങനെയുള്ള അവൻ ഒരിക്കലും നന്നാവില്ല. അവൻ മരിച്ചാലും അവൻ്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അങ്ങനെ ഒരു ദുഷ്ടന ഒരു കാലത്തും അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്തായാലും അവനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാമേ നല്ലത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നീട് ഗംഗയാണ് കാണിക്കുന്നത്. ജനല വഴി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക ഗംഗ. ഈശ്വര, അവൻ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും വേലുവിനെ കണ്ടതും മൂപ്പൻ, എന്താടാ വേലു ഇന്ന് പെട്ടെന്ന് എത്തിയല്ലോ? അത് പിന്നെ ഇന്ന് നാട്ടിൽ തേനിന് കുറേ ആവശ്യക്കാരുണ്ടായിരുന്നു മാമ. എല്ലാവർക്കും ഒന്ന് തേന് വേണോ എന്ന് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നു. പിന്നെ നാട്ടിൽ എന്നോട് സ്ഥിരം തേന് മേടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ കൂടെ രണ്ട് സാറുമാരും വന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കയ്യിലുണ്ടായ തേന് മുഴുവനും മേടിച്ചുകൊണ്ടുപോയി. പൈസ കൂടുതലും തന്നു മാമ. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തേനായിട്ട് തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. ആണോ? അത് നല്ല കാര്യമാണ് മോനെ. എന്തായാലും സന്തോഷമായി. ഇനിയും നമുക്ക് തേനിന് സീസൺ ആകുമ്പോൾ കൊണ്ടുപോയി വെക്കാമല്ലോ. ആവശ്യക്കാർ കൂടുതലുണ്ടായപ്പോൾ നമ്മുടെ കയ്യിൽ തേനില്ല മാമ. അത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തേന് പ്യൂറല്ലേ മോനെ, അതിൽ ഒരു കലക്കലും ഇല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് തേന് മേടിച്ചിട്ട് കടക്കാരത് 10 കുപ്പിയാക്കി വിൽക്കും. ഒരു ദിവസം നാട്ടിൽ പോയപ്പോൾ അവർ വിൽക്കുന്ന തേന് എങ്ങനെയുണ്ടെന്നറിയാൻ നമ്മൾ മേടിച്ച് കുടിച്ചതാണല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും തേന് കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വരണം. അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്ന് വേറെയാ. നമ്മൾ മെയിനായിട്ട് നേരിട്ട് പോയി തേനെടുത്ത് അത് നേരിട്ട് വിൽപ്പന നടത്തുക.
അതിലൊരു കലർത്തും മായോ ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലു സന്തോഷത്തോടെ അകത്തേക്ക് പോവുക. ഈ സമയം ഗംഗാപ്രസാദ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ നീ ഇവിടെ മറഞ്ഞിരിക്കുമായിരുന്നല്ലേ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ ഒരു ക്രിമിനലാണെന്ന്. എടോ, ഇവിടെ മറിഞ്ഞിരുന്നാലൊന്നും നിനക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലടാ. നീ ഒന്നോർത്തോ, എൻ്റെ അമലുവിനെ തട്ടിയെടുത്താ നിന്നെ കാളിയമ്മ വെറുതെ വിടില്ല. മലദൈവങ്ങൾ നിന്നോട് ചോദിക്കും. അത് കേട്ടതും ഗംഗാപ്രസാദ് ഞാൻ ഒന്നും കേട്ടില്ല എന്നും ആംഗ്യഭാഷ കാണിക്കുക. നീ അഭിനയിക്കേണ്ടടാ. നിനക്ക് സംസാരശേഷി ഉണ്ടെന്നും കേൾവിശക്തി ഉണ്ടെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും നിനക്ക് തിരിച്ചടിയായിട്ട് വരും. ഇന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചില കാഴ്ചകൾ കണ്ടു. അതൊക്കെ ഞാനിപ്പോൾ നിന്നോട് പറയുന്നില്ല. എന്തായാലും എല്ലാത്തിനും ഒരു തിരിച്ചടി നിനക്ക് ദൈവങ്ങൾ തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു അങ്ങോട്ട് പോവുക. ഇവൻ ആദ്യം കൊല്ലണം, എന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗ ഇരിക്കണം. ഈ സമയം നമ്മുടെ വേലു അമലുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം അമലു കണ്ണാടിയൊക്കെ നോക്കി സൗന്ദര്യം കൂട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. സുന്ദരി എന്നും പറഞ്ഞ് അമലുവിനെ വേലു വിളിച്ചു. എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അമലു വേലുവിനെ തുറച്ചു നോക്കുക. ദേ ഇപ്പൊ തന്നെ നീ സുന്ദരിയാ, എന്നെ ഇതൊക്കെ അണിഞ്ഞ് ഒന്നുകൂടെ സുന്ദരിയാവും എന്നും പറഞ്ഞുകൊണ്ട് അത് കയ്യിലേക്ക് കൊടുക്കുക. അപ്പൊ അമലു അത് മേടിച്ചു, തുറന്നു നോക്കി. കുപ്പിവളകളും മുത്ത് കഴിച്ചേനും അതെടുത്തുകൊണ്ട് അമലു അതൊരു ഒറ്റ ഏറ്. അത് കണ്ടതും സഹിക്കാനാകാതെ വേലു സങ്കടത്തോടെ ചോദിക്കുക, എന്താ അമലു ഇത്? എന്തിനാ നീ അത് വലിച്ചെറിഞ്ഞ്? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാനിത് വലിച്ചെറിഞ്ഞത് എന്താന്ന് നിങ്ങളോട് ഞാൻ പറയണോ? എന്നെ സംശയമുള്ള ഒരാൾ മേടിച്ചിരുന്ന സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഇന്ന് തേന് വിറ്റ് ലാഭം കിട്ടിയ പൈസയിൽ നിന്നും നാട്ടിലെ കടയിൽ കയറി നിനക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ മേടിച്ചോണ്ട് വന്നപ്പോൾ നീ അത് എന്തിനാ അമലു എറിഞ്ഞു പൊട്ടിച്ചത്? ഇനി മേല തോൻ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചു തരാതിരിക്കാൻ. എടി, നീ എന്നോട് ഈ ചെയ്യുന്നതൊക്കെ ആ വിനായകനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. അവനെ നീ കണ്ണുടച്ച് വിശ്വസിച്ചോ, അവനെ നീ കണ്ണുടച്ച് സ്നേഹിച്ചോ. പക്ഷെ നീ എന്നോട് ചെയ്യുന്നതിന് നിന്നോട് മലദൈവങ്ങൾ ചോദിക്കോടി. നീ ചതിക്കപ്പെടും, ഉറപ്പായിട്ട് നീ ചതിക്കപ്പെടും അമലു. അവസാനം നീ എൻ്റെ കാലിൽ വീണ് കരയും. ഇത് ഞാൻ പറയുന്ന വാക്കാ. അങ്ങനെ വിനായകേട്ടൻ ചെയ്താലേ ഞാൻ പിന്നെ ഈ കടലിൽ ജീവിച്ചിരിക്കില്ല എന്നും അമലു. അത് കേട്ടതും വേലു, നീ കാത്തിരുന്നോടി, നിനക്ക് മലദൈവങ്ങൾ തരാൻ പോകുന്നത് കഠിനമായ ശിക്ഷയായിരിക്കും എന്നും പറഞ്ഞ സങ്കടത്തോടെ കുപ്പിവളകളെല്ലാം വാരിയെടുത്തുകൊണ്ട് അവിടെ നിന്നും വേലു തൻ്റെ മുറിയിലേക്ക് പോവുക. ഈ സമയം വിനായകൻ വരിക. അവൻ വന്നിരിക്കുന്നു, എനിക്ക് വേണ്ടുന്ന സമ്മാനങ്ങളുമായിട്ട്. അതൊക്കെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു വിനായകേട്ട. എനിക്കിഷ്ടമല്ല ഇപ്പം അവനെ കാണുന്നത് പോലും. എൻ്റെ വിനായകേട്ടൻ്റെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് കേട്ടതും എൻ്റെ അമലു സുന്ദരിയല്ലേ, ഒന്നും അണിഞ്ഞില്ലെങ്കിലും സുന്ദരി തന്നെയാ എന്നൊക്കെ നമ്മുടെ ഗംഗ. അത് കേട്ടതും അമലു, സത്യമാണോ? സത്യമാന്നേ. വിനായകേട്ടൻ്റെ ഈ വാക്കുകളും എന്നെ കൈവിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഇതൊക്കെയാ എനിക്കിഷ്ടം എന്നൊക്കെ പറയാ. എന്നോട് പറയുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? അത് കേട്ടതും ഗംഗ ദേഷ്യപ്പെട്ട് പോകാനൊരുങ്ങുമ്പോൾ ഗംഗയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അപ്പോൾ ഗംഗയും കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ വേലു ഭയങ്കര സങ്കടത്തോടെ പൊട്ടിച്ചെതറി കിടന്ന കുപ്പിവളയിലും നോക്കിയിരുന്ന് കരയുക. തൻ്റെ അമലു തൻ്റെ കൈവിട്ടു പോയി. വിനായകൻ എന്ന് പറയുന്നൊരു ചതിയനെ അവൾ സ്നേഹിക്കുക, കണ്ണടച്ച് വിശ്വസിക്കുക. ദൈവങ്ങളെ, മലദൈവങ്ങളെ അവളോട് ക്ഷമിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വേലു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ഗംഗാപ്രസാദനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമലു, അയ്യോ വേണ്ട, ആരെങ്കിലും കണ്ടാലേ പ്രശ്നമാവും, പ്രത്യേകിച്ച് അപ്പയോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുക. വേലുവിനെ വിശ്വസിക്കാതെ അപ്പ എന്നെയാണ് വിശ്വസിക്കുന്നത്, അതാ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലു ഇങ്ങനെ നിൽക്കുക. എന്തായാലും എന്തേ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ വിനായകേട്ട, എന്താ എന്നും ഗംഗ ചോദിക്കുക. അതെ, ഇന്ന് ഞാനിവിടെ ഒരു അമ്പലത്തിൽ പോയി. ഇവിടെ ഒരു മുത്തിയമ്മയുണ്ട്. ആ അമ്മയുടെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് നല്ല ശക്തിയാണ്, കാട്ടിലെ മുത്തി എന്നാ പറയാറ്. അവിടെ വെച്ച് നമ്മൾ പേപ്പറിൽ എഴുതി എന്തിട്ടാലും അത് നടക്കുമെന്നാണെങ്കിൽ നടക്കുമെന്ന് തന്നെ തെളിയുന്നു. അതേപോലെ ഞാനിന്ന് അവിടെ പോയായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു പേപ്പറിൽ വിനായകേട്ടൻ എന്നെ കല്യാണം കഴിക്കുമെന്നും എന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്നും എഴുതി. മറു പേപ്പറിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും എഴുതി. അതിനുശേഷം ഞാനത് മുത്തിയുടെ മുന്നിലിട്ടു. പക്ഷേ മറുപുറ വന്നത്. അതിനുശേഷം എൻ്റെ നെഞ്ച് പടയ്ക്കുക. പേടിയാ വിനായകേട്ട. വേലുവേട്ടൻ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോടിരിക്കില്ല. അത് കേട്ടതും അതൊക്കെ വെറും അന്ധവിശ്വാസ,
മുത്തിയൊന്നും ഇല്ല, അങ്ങനെയുള്ള ദൈവങ്ങളെ ഇല്ല. അത് കേട്ടതും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ശാപം കിട്ടും, നല്ല ശക്തിയുള്ള മുത്തിയാ. ആ മുത്തിയുടെ അടുത്ത് നമ്മൾ അന്ധവിശ്വാസം സ്പോട്ടിൽ തിരിച്ചടി കിട്ടും. അതുകൊണ്ട് വിനായകേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട. അപ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് അമലു എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, നീ ഇല്ലാതൊരു ജീവിതം എനിക്കില്ല അമലു എന്നും ഗംഗ പറയുന്നത് കേട്ട് മതി, വിനായകേട്ടൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേൾക്കാനാ ഞാൻ കാത്തിരുന്നത്. ഈ വാക്കുകൾ തന്നെയാ എൻ്റെ ഹൃദയത്തിലെ ആശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലു ഗംഗയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ചാരി കിടക്കുക ഗംഗയുടെ നെഞ്ചിൽ. ഈ സമയം നമ്മുടെ ഗംഗ ആലോചിക്കുകയാണ്, ഇവിടെ നിന്നും പോകുന്നത് വരെ നിന്നെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളടി. ഏത് കാട്ടുമുത്തി പറയുന്നതും സത്യം തന്നെയാണ്. പക്ഷേ നിന്നെ കയ്യിലെടുത്താലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. കല്യാണി ആ തേനൊക്കെ ഇങ്ങനെ കുടിച്ചു നോക്കുക. ചേച്ചി ഈ തേനൊന്ന് കുടിച്ചു നോക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട്, പ്യൂർ തേന അല്ലേ മോളെ? അതെ ചേച്ചി, നല്ല തേന, മായം കലർത്താത്ത തേൻ, നേരടി വിൽപ്പനയല്ലേ, അതുകൊണ്ട് അവർ കാട്ടിൽ നിന്നും എടുത്ത് അങ്ങനെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുമെന്നാ തോന്നുന്നേ. അത് കല്യാണി പറഞ്ഞത് ശരിയാ. തേനേ നല്ല രുചിയാ, നല്ല പ്യൂർ തേന. നമ്മുടെ കടകളിലൊക്കെ വിൽക്കുന്ന തേനിൽ മായം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് മധുരം കുറവും കട്ടി കുറവും രുചി കുറവും ഒക്കെ. എന്തായാലും ഈ തേനിൻ്റെ രുചിയും കടയിൽ നിന്ന് മേടിക്കുന്ന തേനുകളിൽ ഉണ്ടാവില്ല അല്ലേ കല്യാണി? അതെ കിരണേട്ടാ, അത് സത്യ. എന്തായാലും കുറച്ചും കൂടെ കൂടുതൽ മേടിച്ചുകൂടായിരുന്നോ? എന്ത് ചെയ്യാനാ കല്യാണി? അപ്പോഴത്തേക്കും അവരുടെ കയ്യിലിരുന്ന തേനൊക്കെ തീർന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 3 കുപ്പിയോ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും ചോദിച്ചില്ല, ഉള്ളത് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് മേടിക്കാം. മാസം അവൻ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരാറുള്ളൂ എന്നാണ് കേട്ടത്. ആര്? വേലായുധെന്ന പേര്. രതീഷിന് പരിചയമുള്ള ഒരാളാ. അയാൾ എപ്പോഴും നാട്ടിൽ വന്ന് തേൻ വിൽക്കാറുണ്ടെന്നാണ് കേട്ടത്. ആണോ? എന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ കിരണേട്ടാ. അത് പിന്നെ നമ്മൾക്ക് എവിടെ കല്യാണി നേരം? ഏത് നേരം ബിസിനസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ നടക്കുമല്ലേ. കാട്ടിലെ മൂപ്പൻ്റെ അനന്തരവനാണെന്നാണ് കേട്ടത് ആ വേലായുധൻ. പിന്നെ രതീഷിന് അവനെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ച് അവനോട് ഞങ്ങൾ ചോദിച്ചു ഇവനെ അറിയുമെന്ന്. പക്ഷേ അത് ആ പയ്യനെ അറിയില്ല എന്നാ പറഞ്ഞത്. പക്ഷെ കിരൺ അളിയ, ആ ഫോട്ടോ കണ്ടതും അവനൊന്നും പതറിയില്ലേ? അവന്റെ മുഖത്തൊരു മാറ്റം സംഭവിച്ചില്ലേ? അത് അളിയൻ ശ്രദ്ധിച്ചായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നടാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കള്ളത്തരവുണ്ട്. അവനെ നമ്മളോട് മറയ്ക്കാൻ എന്തൊക്കെയോ മനസ്സിലടക്കി പിടിച്ചു എന്ന് എൻ്റെ തോന്നല്. ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നുണ്ടാവോ കിരണേട്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞു തന്നെയായിരുന്നു. കാരണം അവന് ഞാൻ കൂടുതൽ കാശൊക്കെ കയ്യിൽ കൊടുത്തു. കാശ് കണ്ടാൽ പറയാത്തത് ആരാ ഉള്ളത്? അത് കേട്ടത് നമ്മുടെ കല്യാണി ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ഈശ്വര, അവനെങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിൽ തീർന്നു. പിന്നെ തിരിച്ചു വരുന്നത് അവൻ 10 മടങ്ങ് ശക്തിയുമായിട്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം മോനെ. ഇല്ല ചേച്ചി, അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. എന്തായാലും അവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇനിയും കാട്ടിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേലുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നൊരു സെൽഫി എടുത്തു. അവത് കാണിച്ചെങ്കിലും കാട്ടിലെ മൂപ്പൻ്റെ അടുത്ത് എത്താലോ. മൂപ്പനോട് വേലുവിനോടുള്ള പരിചയം പറഞ്ഞ് അവിടെ ചെന്ന് ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെയാണ് അവനുമായിട്ട് ഞങ്ങൾ സെൽഫി എടുത്തത്. എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും. കല്യാണി സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സംശയമാണ് അവനിനി കാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന്. കാരണം കല്യാണിയുടെ സ്വപ്നം ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ല. കല്യാണി ഒരു സ്വപ്നം കണ്ട അത് ഉറപ്പായിട്ടും ഫലിക്കുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അത് ശരിയാളിയ. കല്യാണി ഒരു സ്വപ്നം കണ്ട ഉറപ്പായിട്ട് അത് ഫലിക്കും. കാട്ടിൽ അങ്ങനെ ഒരുത്തൻ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വേലായുധനോടൊപ്പം എടുത്ത സെൽഫി നമുക്ക് ഉപകാരപ്പെടും. അവിടെ ചെന്ന് മൂപ്പനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഗംഗയെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് കേട്ടതും ഇപ്രാവശ്യം രതീഷ് ചേട്ടനും ബൈജു ഒന്നും കിരണേട്ടൻ്റെ കൂടെ പോകണ്ട, ഞാൻ തന്നെ പോകും. അത് കേട്ടതും ഞങ്ങളും വരാം കല്യാണി, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവിടെ വെച്ച് ഞാൻ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടു. ഇവിടെ വെച്ച് ഞാൻ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടു, കാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് കിരണേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കല്യാണി ഇത്? എനിക്ക് നീ പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരുന്നു. എന്തൊക്കെയായാലും വരാനുള്ളത് വഴി തങ്ങില്ല. ഇല്ല കിരണേട്ട, അങ്ങനെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ എന്നെ താണ്ടി കിരണേട്ടന് എന്തെങ്കിലും സംഭവിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചട്ടെ,
കിരണേട്ടനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കും. അത് കേട്ടതും ഈശ്വര, ഇനി കാട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നേ? മരിച്ചു എന്നറിഞ്ഞവൻ ജീവനോടെ വന്ന പിന്നെ തീർന്നു എല്ലാം എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും കല്യാണം ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.